അത് ശരി കേട്ടോ. വിപിൻ എവിടുന്ന് ഷിബുവിനെ പരിചയപ്പെട്ടെ? ഞാൻ ഏറ്റെടുത്തു കോമഡി ഒരു കഥ പറഞ്ഞു. അത് ഭയങ്കര രസമുള്ള കട്ടപ്പന ഋതിക് റോഷൻ എഴുതുന്ന സമയം ഞാനും വിഷ്ണുവും കൂടി എനിക്ക് മുടി വളർന്നിട്ട് മുടി വെട്ടാൻ പോയതാ. ആ മുടി വെട്ടി തന്ന ആളാണ് ഇരിക്കുന്നത്. 8 വർഷമായി. ശരി, പുള്ളിയുടെ പ്രൊഫഷണൽ പുള്ളി അതാണ്. അപ്പൊ ഷിബു എങ്ങനെ ഫസ്റ്റ് ടൈം വിപിനെ കാണുമ്പോ ആ ഒരു ഇത് പറഞ്ഞല്ലോ, അതപ്പൊ തന്നെ വന്നു. അതെങ്ങനെ വന്നു? വർത്താനം പറഞ്ഞു തുടങ്ങിയോ? വർത്താനം പറഞ്ഞു വൈബ് കണക്ട് ആവുമല്ലോ. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, നമ്മളായിട്ട് വൈബ് കണക്ട് ആവാത്തവരായിട്ടാണ് ഈ പറയുന്നത് നെഗായിരിക്കും പൊക്കോളാൻ പറയുന്നത്. അതിനെന്നാ പറയുന്നത്? നെഗറ്റീവിന്റെ ഷോർട്ട്. ഓക്കെ, ഞാനിപ്പോ ഓർക്കണത് വിഷ്ണു ഒരു കളസോ കിട്ടണമെന്നേക്കണത്. വിഷ്ണു അവനെ പറ്റി നാണം കിട്ടും. കളസം എന്ന് പറഞ്ഞാൽ ബിബി പറഞ്ഞു, ചേട്ടാ കട്ടപ്പന എഴുതി കഴിഞ്ഞാൽ ഇവനിങ്ങനെ നടക്കാൻ പറ്റില്ല, അത്രക്ക് ആരാധകരായിക്കോളൂ. പടം ഇറങ്ങിയിട്ടില്ല. ശരിയായിട്ട് പുള്ളി പറഞ്ഞായിരുന്നു അന്ന്. പക്ഷെ അത് സത്യമല്ലേ, വേറെ ലെവലല്ലേ രണ്ടുപേരും. ഞങ്ങളുടെ അഭിമാനം, ഞങ്ങളുടെ മമ്മൂട്ടി മോഹൻലാലാണ് അവര്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് അത്ര ഇഷ്ടമാണ് വരാം. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് എന്ത് പറഞ്ഞാലും ഇത് ഇവൻ അങ്ങനെ പറയുമെന്ന് പറഞ്ഞാലും നമ്മൾ അങ്ങനെ അല്ലാണ്ട് വരില്ല. അല്ല, അപ്പൊ ഒരു കാര്യം ചോദിച്ചിട്ടേ, ആ ഒരു കടക്കകത്ത് ശരിക്കും നമ്മൾ മുടി വെട്ടുന്നു അത്രയല്ലേ ഉള്ളൂ, ആ കോൺവെർസേഷൻ അവിടെ തീരല്ലേ. അല്ലാതെ പിന്നെ ഷിബുവിനെ കാണാനും പാട്ട് പാടാനും ഒരു ബന്ധം ഉണ്ടാവും. അതല്ല ഞാൻ ചോദിച്ചത് എങ്ങനെയാണെന്നറിയോ, ഇപ്പൊ അവിടെ വെച്ച് നമ്മൾ വേറെ ഫസ്റ്റ് ടൈം കാണുന്ന ഒരു വ്യക്തി അധികം സംസാരിക്കുന്നില്ല, ഇടക്കിടക്ക് വരും അങ്ങനെ. പിന്നെ ഞാൻ മുടി വെട്ടാൻ പോയി. പിന്നെ അതുപോലെ പുള്ളി രഹസ്യ പുള്ളി മുടി വെട്ടിയ കാശ് വാങ്ങൂല. അതാണ് അതുകൊണ്ടാണ് ഇവൻ എപ്പോഴും വരുന്നത്. അത് പറഞ്ഞാൽ മതിയല്ലോ. അപ്പം ഷിബു പറഞ്ഞു എന്റെ പാട്ട് ഇല്ലേ ചേച്ചി, നമുക്ക് നോർമലി ഒരു ടാലന്റ് ഉള്ള ആളുകളെ കാണുമ്പോൾ നമുക്ക് കൊള്ളാലോ, പുള്ളി നന്നായിട്ട് പാടുമല്ലോ, നന്നായിട്ട് ചെയ്തു അങ്ങനെ തോന്നും ചേച്ചി. അങ്ങനെ തോന്നിയതാണ് പുള്ളി. സത്യം, നീ ചെയ്ത നല്ലൊരു കാര്യം. ഞാൻ മാത്രമല്ല വിഷ്ണു, എന്നെ മാത്രമല്ല, കുറെ കൂട്ടുകാരാ ഇതേകൂടി വെടിക്കെട്ടി തന്നെ എല്ലാ പുതുമുഖങ്ങളും വന്നേക്കണത്. അത് ലോകത്ത് വേറെ ആരും ചെയ്യൂല, 100% ഉറപ്പ്. വെടിക്കെട്ടില് 220 മുകളില് പുതുമുഖങ്ങളാ. അല്ല, അങ്ങനെ ഒരു ചാൻസ് കൊടുത്തല്ലോ. അത് അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് സ്വന്തം കുടുംബത്തിലെ സ്നേഹം അന്യമായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരിങ്ങനെ ചെയ്യണമെന്ന്. പുള്ളി ഇത് 3ാം ക്ലാസ്സില് പ്രസംഗത്തിന് പഠിപ്പിച്ച സാധനം അത് ഇപ്പോഴും പുള്ളി ഓർത്തിക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ ഈ പറഞ്ഞിട്ടിരിക്കുന്നത്. കുടുംബത്ത് ആളുകൾ സ്നേഹമില്ല. 3ാമത്തെ തവണ കാരണം ഞാൻ കടയടത്തണം, കുറെ പേരെ കാര്യജീവിതങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കുറെ കൂട്ടുകാരുണ്ടല്ലോ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പൊ 3 പ്രാവശ്യം പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, പക്ഷെ അത് ഓരോരുത്തരുടെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ആ ഒരു അത്രയും മനസ്സ് വേദനിക്കുന്നോണ്ടാണ് അത് പറയുന്നത്. എനിക്കിത് അറിയാഞ്ഞിട്ടാണോ? ഞാനിത് ഇങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ കൂട്ടുകാരാകത്തില്ല. ചേച്ചി, ഇവൻ ഏറ്റവും കൂടുതൽ പെണങ്ങളാരാണ് അവരെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. വേറെ ആരെയും പെണങ്ങൂല. ഇനിയിപ്പോ വേറെ ആരോട് ദേഷ്യമാണെങ്കിൽ പോലും ഞാൻ പുള്ളീനെ വിളിച്ചിട്ട് ചീത്ത പറഞ്ഞ് എന്റെ ദേഷ്യം തീരും. അതെ.